So hello guys, welcome back to YouTube channel. This is Avinash. This is Ashish. And we are D Company. yes. So Okay. നമ്മൾ ഇന്ന് back with another video. Yes. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പേര് പാതിരാത്രി ട്രെയിലർ. Navya Nair and Saubin Shankar. Yeah. And ജെയ്ക്സ് ബിജോയ് മ്യൂസിക്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഒക്കെ ഇപ്പോൾ ഭയങ്കര പ്രോമിസിങ് ആണ്. അതേപോലെ വേറെ എന്താണ് ഡയറക്റ്റഡ് ബൈ റത്തീന. ബെൻസി പ്രൊഡക്ഷൻസ്. ബെൻസി എനിക്ക് പെട്ടെന്ന് അല്ല കുറെ ലൈക്ക് ഫീമെയിൽസ് കുറെ ഇപ്പൊ ഡയറക്ട് ചെയ്യുന്നുണ്ട്. എവറിഥിങ് ഈസ് ഗുഡ് ആക്ച്വലി. കാരണം സ്റ്റോറി റൈറ്റിംഗ് ലോകയുടെ എഴുതിയേക്കുന്നത് മറ്റേ ഫിലിം ആക്ട്രസ് ആണ്. ഷീ ഈസ് റിയലി ഗുഡ് അല്ലേ. ഡയറക്ഷൻസ് ആൻഡ് എവറിഥിങ് ദേ ആർ കമ്മിങ് അപ്പ് റിയലി ഗുഡ്. അതുപോലെ സൗബിന്റെ ഇതിന് മുമ്പത്തെ പടം ഏതായിരുന്നു നമ്മുടെ ലോകക്കകത്തുണ്ട് ക്യാമിയോ റോൾ പോലെ ഈസ് കമ്മിങ് അപ്പ്. കേറി വരും. മഞ്ഞുമല ബോയ്സ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. വേറെ എന്താണ് വേറെന്താ വേറെ പ്രോബ്ലം കേസസ് ആൻഡ് ഓൾ. പക്ഷേ സൗബിൻ കയറി വരും. കഴിവുള്ള ആൾക്കാർ കയറി വരും എങ്ങനെയാണെങ്കിലും. പിന്നെ കേസൊക്കെ അതിന്റെ ഭാഗത്ത് നടക്കും. നമ്മുടെ കേരള അല്ലേ മലയാളീസ് ആരാണ്. അതന്നെ. എന്തായാലും വെച്ച് ചർപ്പിക്കുന്നില്ല. I think ഇതിന്റെ It was released 3 hours ago and T-Series മലയാളമാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും 3 hours ago. That's what we are reacting. Maybe you'll be watching it after 1 day or 2 days. Okay, so we'll start. Yeah. I think it's a thriller movie, by the way. I think കേസ് അന്വേഷണം അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് തുടങ്ങാം. Okay, 3, 2, 1 and start. സാർ 40 കിലോ ഏലം, 34 കിലോ കുരുമുളക്, 8 റബ്ബർ ഷീറ്റ്, പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ കൂടെ ഒരു സ്കോച്ച് വിസ്കി ഉണ്ടായിരുന്നു സാറേ. പക്ഷെ ബോട്ടിൽ കാലിയായിരുന്നു. എന്റെ പൊന്നു കരീഷ, പള്ളിക്കെട്ട് കേസെല്ലാം കൂടെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു. ഞാൻ വെറും കാലി പീസി. നമ്മൾ എന്ത് ചെയ്യാനാ? ഓഫീസർ പറയും അതുപോലെ അനുസരിക്കും. നിങ്ങൾ പെട്ടെന്ന് തന്നെ മാന്ത്രപ്പള്ളിക്ക് അടുത്തേക്ക് പോകണം. ഇങ്ങോട്ട് അല്ല സാർ. ടോർച്ചും ബ്രത്തനലൈസറും ഒന്നും വേണ്ടേ? ആ സാർ. ഫീലെങ്കിലും കൂടെ എടുത്തോളാൻ വരാം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോവല്ലേ. അൻസാർ അലി 37 വയസ്സ്. ഉദ്ദേശം പാതിരാത്രിയോടുകൂടി ചെങ്കരയിലുള്ള റിയാന്റെ വീട്ടിൽ നിന്ന് കാണാതായി. റിയാനെ കാണാതാവുമ്പോൾ കറുത്ത നിറത്തിലുള്ള ട്രാക്ക് സൂട്ടും പച്ച ടീഷർട്ടും ധരിച്ചിരിക്കുന്നു. എവിടെയുണ്ട്? ദാണ്ടെ അവിടെയാ. കുട്ടിക്ക് എത്ര വയസ്സായി? 18 വയസ്സായി. ഓടിയ ആളെ ഞങ്ങൾ കുറെ നേരം ഫോളോ ചെയ്തു സാർ. പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അയാൾ മിസ്സായി. സാർ അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടി അടുത്ത് സൈബർ സെല്ല് പറയുന്നത് അങ്ങനെയല്ലല്ലോ ഹരീഷ. തനിക്ക് തന്റെ ഭാര്യയോടുള്ള വെറുപ്പ് മറ്റുള്ള പെണ്ണുങ്ങളോട് കാണിക്കുന്നതിന് അവരിപ്പോ നമ്മുടെ ടവർ ലൊക്കേഷൻ എടുത്തിട്ടുണ്ടാവും. നമ്മുടെ സ്പോട്ടിലുണ്ടായിരുന്ന ആൾക്കറിയാം. പാതി കത്തിയ ഉടലുള്ള ഒരു പാവക്കുട്ടി, അതിന്റെ ചിരിച്ച മുഖം, അവിടെ അത് മാത്രമേ കത്താൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ സൂക്ഷിക്കണം. വേറെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. അന്ന് കണ്ട ആളിനെ റോബിക്ക് മുൻപരിചയമുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് കൊന്നത്? എനിക്ക് തോന്നാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിനക്കിത് ട്രെയിലർ കണ്ടപ്പോ വേറെ ഏതെങ്കിലും ട്രെയിലറായിട്ട് റോന്താണോ? റോന്തല്ല, എനിക്ക് റോന്തിന്റെ തോന്നി. കാരണം എന്ന് വെച്ചാൽ റോന്തിനകത്ത് നമ്മുടെ റോഷനല്ലേ, റോഷനല്ലോ
റോന്തിനകത്ത് തന്നെ പേരെന്താ? ഞാൻ പറഞ്ഞത് എനിക്ക് പറ. നമ്മുടെ ജോജി ജോസഫിന്റെ ഒരു പടമുണ്ട്. പോലീസുകാർ അന്വേഷിച്ചു പോകുന്നു, അവസാനം പോലീസുകാരെ തന്നെ ജോജി ജോസഫ് ആരായിരുന്നു? ജോജി ജോസഫ് ആയിരുന്നു അതോ കുഞ്ചാക്കോവനായിരുന്നു? നീ പറയുന്ന ഇതാണ് കുഞ്ചാക്കോവന്റെ. കുഞ്ചാക്കോവനുണ്ട്, ജോജി ജോസഫ് ഉണ്ട്. അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോ അവസാനം അവരെയാണ് ത്രെറ്റ് ആയിട്ട് വരുന്നത്. സംതിങ് ലൈക്ക് ദാറ്റ് ഐ തിങ്ക്. എനിക്ക് അതാ ഞാൻ പറഞ്ഞ റോന്തിനകത്ത് നമ്മുടെ റോഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെ. റോഷനും ഇവർ രണ്ടുപേരും ആ ഒരു മൂവി എന്ന് പറഞ്ഞ ഒരു രാത്രി നടക്കുന്ന കഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതേപോലെ തന്നെ സൗബിന്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഇത് ഓപ്പോസിറ്റ്. അവർ നൈറ്റ് പാട്രോളിങ്ങിന് ഇറങ്ങുമ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. രാവിലെ ആയി കഴിയുമ്പോൾ പിന്നെ ഒരു കുറച്ച് ട്രാജഡി ഒക്കെ സംഭവിക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. പക്ഷേ നമുക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. കാരണം നവ്യ നായരുടെ ഒരുപാട് എന്താ പറയാ കുറെ പൊട്ടൻഷ്യൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആക്ഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ദേഷ്യത്തിന്റെ പുള്ളിക്കാരത്തെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നോർമൽ ആയിട്ടാണ് ആദ്യം സംസാരിച്ചത്, മനസ്സിലായ? ഭയങ്കര നോർമൽ ആയിട്ടാണ് സംസാരിച്ചത്. നല്ലൊരു പടമായിരിക്കും. ത്രില്ലറാണ്. ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കിന്റെ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ കാണും. And two police officers, Harish and Jansi, stumble upon a mysterious event at midnight. They unleash a chain of unpredictable consequences that threaten their careers. Relationship and life. കാരണം ഇതിനകത്തൊരു ഡയലോഗ് പറഞ്ഞത് ഇതായിരുന്നു, എവറി ക്രൈം ഹാസ് എ മിഡ്നൈറ്റ്, എവറി ക്രൈം ഹാസ് എ മിഡ്നൈറ്റ് സ്റ്റോറി. ആ രീതിയിലാണ് പറഞ്ഞത്. എവറി ക്രൈം ലവ്സ് മിഡ്നൈറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. ശരിയാണ്. കാരണം ഏതൊരു ക്രൈം നടക്കുമ്പോഴും സണ്ണി വെയിൻ ഉണ്ട്. കാരണം ഇതിനകത്ത് പറയാനുള്ളതിൽ വെച്ചിട്ട് എല്ലാ ക്രൈമും നടക്കുന്നതിനകത്ത് ഒരു മിഡ് നൈറ്റ് ഉണ്ടാവും. കാരണം ഒന്നെങ്കിൽ ഒളിക്കാൻ ഉപയോഗിക്കുന്നത് മിഡ് നൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൊല്ലാൻ ഉപയോഗിക്കുന്നത് മിഡ് നൈറ്റ് ആയിരിക്കും, രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നത് മിഡ് നൈറ്റ് ആയിരിക്കും, പോലീസ് അന്വേഷണം മിഡ് നൈറ്റ് ആയിരിക്കും. 100% എഗ്രി ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ മിഡ് നൈറ്റ് ഇല്ലാത്ത ക്രൈംസ് ഉണ്ടാവില്ലേ? ഒളിച്ചിരിക്കും. ഹൗ ക്യാൻ യു ബി സോ ഷുവർ? എന്തോ ഒളിക്കുന്നു മിഡ് നൈറ്റിലോ അതൊരു ഒളിക്കത്തുള്ളൂ. ഐഡിയാസ് ഒന്നും പറയുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ബാക്കി സീരീസ് മലയാളം ഇട്ടേക്കുന്നത്. സോ ഇതിന്റെ ബാക്കി നമുക്ക് സോങ്സോ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ കാണാം. എന്റെ റിലീസിംഗ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, 2025 എന്ന് മാത്രമേ ഇട്ടുള്ളൂ. പാതിരാത്രി കൊള്ളാം. പാതിരാത്രി ഇത് മറ്റേതുപോലെ ആവും. ഏതാണെന്നറിയോ? മറ്റേ ഫോറൻസിക് ആ രീതിയിലൊക്കെ ഒരു ത്രില്ലിംഗ് മൂവി ആയി മാറും. 5ാം പാതിര സെറ്റപ്പ് ആണ് ഉദ്ദേശിച്ചത്. യെസ്, പോസിബിൾ, മേബി. സോ we'll be back with another video. Until then, നിങ്ങൾ കാണാത്ത വീഡിയോസ് ഒക്കെ പോയി കാണുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു ലെറ്റ് us know what we should react to next. നിങ്ങൾ പറയാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഞാൻ പറയാനുള്ള. ബൈ.